നമസ്കാരം. മുഖ്യമന്ത്രി ആരാവണം എന്നത് ജനങ്ങളുടെ പ്രശ്നമല്ല. ഇവിടെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടന്നത്, അവിടെ നിന്ന് ഓരോ സ്ഥാനാർത്ഥികളെ ജനങ്ങൾ ജയിപ്പിച്ച് അസംബ്ലിയിലേക്ക് വിടുന്നത് ഇവിടെ ഇന്നയാൾ മുഖ്യമന്ത്രി ആകണം എന്ന ആവശ്യം നിറവേറാനല്ല. ജനങ്ങളുടെ ആവശ്യം ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്നതായിരുന്നു. അതിന് അതാത് കോൺസ്റ്റിറ്റ്യുവൻസികളിൽ മത്സരിച്ച അവർക്ക് നല്ലത് എന്ന് തോന്നുന്ന സ്ഥാനാർത്ഥികളെ അവർ ജയിപ്പിച്ച് അസംബ്ലിയിലേക്ക് വിടുന്നു. അതാണ് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞത്. ജനങ്ങളുടെ ആവശ്യം ഇവിടെ ഒരു ഗുഡ് ഗവർണൻസ് നടക്കുക എന്നത് മാത്രമാണ്. അതായത് ഒരു നല്ല ഭരണം നടക്കണം. അതിന് അനുയോജ്യമായ ഒരു മുഖ്യമന്ത്രി വേണം. 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വന്ന ഭൂരിപക്ഷമുള്ള പാർട്ടി ഇവിടെ സർക്കാർ രൂപീകരിക്കും. ആ സർക്കാരിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും, മന്ത്രിമാരുണ്ടാവും. ഇവിടെ കുറച്ച് ദിവസങ്ങളായി ചർച്ചയാണ്, കടുത്ത ചർച്ച. ഇവിടെ മുഖ്യമന്ത്രി ആരായാലും ഒരു നല്ല ഭരണം ഉണ്ടായില്ലെങ്കിൽ ജനങ്ങൾ ഇതുപോലെ തന്നെ ഇനിയും പ്രതികരിക്കും. അത് മനസ്സിലാക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കടുത്ത വില കൊടുക്കേണ്ടി വരും. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അതിനൊരു മാറ്റം ഉണ്ടാകും എന്ന് കരുതിയാണ് ഒരു ഭരണമാറ്റത്തിനായി ജനങ്ങൾ ആഞ്ഞൊന്ന് ശ്രമിച്ചത്. എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ രൂപീകരിച്ച് ഇവിടെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണം. ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധികളുണ്ട്, അത് പരിഹരിക്കണം. വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ സ്കൂൾ തുറക്കുന്നത് പോലുള്ള കാര്യങ്ങൾ വരികയാണ്. അടിയന്തര പ്രാധാന്യം നൽകി കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ എത്തിക്കുക മുതലായ കാര്യങ്ങൾക്ക് സർക്കാരിന് വലിയ പങ്ക് വഹിക്കാനുണ്ട്. അടിയന്തര പ്രാധാന്യമുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ കിടക്കുമ്പോൾ നിങ്ങളെ വിശ്വസിച്ച് ജയിപ്പിച്ച് അസംബ്ലിയിലേക്ക് വിട്ട ജനങ്ങളെ കൊണ്ട് വീണ്ടും അതും ഇതും പറയിപ്പിക്കരുത്.